അങ്ങനെ എല്ലാവരും ആദർശിനോടും ജലജയോടും ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത്, ഇതെങ്ങനെ മനസ്സിലായി എന്നൊക്കെ എല്ലാവരും ചോദിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ഈ ആഴ്ച കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറിയിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് സെക്കൻഡ് പാർട്ടാണ്. അങ്ങനെ ആദർശ് പറയാണ്, ഒരുങ്ങി ഇറങ്ങി അവനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ജലജയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അതായത് ജലജ അവളുടെ റിസൾട്ടെല്ലാം കബോളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അത് ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അയാളെ കാണാൻ വൈകിയതാണ് കേട്ടോ. അങ്ങനെ അയാളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഹോസ്പിറ്റലിലേക്കൊന്ന് വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ വരാമെന്നും പറഞ്ഞിട്ട് ജലജയും ആദർശം കൂടി ജലജ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് എന്താ അപ്പച്ചി കാര്യമെന്ന് ചോദിക്കുമ്പം എൻ്റെ മോൻ തന്നെ കേക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദർശിനെ കേൾപ്പിക്കുകയാണ്. അതായത് ഈ റിസൾട്ടുള്ള നവ്യ എന്ന് പറഞ്ഞ ആൾ ഗർഭിണി പോലുമല്ല, ചുമ്മാ പറയുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേടാ, ഞാൻ അവളുടെ റിപ്പോർട്ട്സൊക്കെ എടുത്തു, ഇതാ നീ ഈ റിപ്പോർട്ട്സ് കണ്ടോ, ഈ റിപ്പോർട്ട്സ് ഞാൻ ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പോഴവർ പറഞ്ഞു അവൾ ഗർഭിണിയല്ലെന്ന്, അവൾ നമ്മളെല്ലാവരും പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ അപ്പച്ചി മാസം അവൾക്ക് ചെക്കപ്പൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നതല്ലേ, പിന്നെ എങ്ങനെ കള്ളത്തരമാകുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല അവളുടെ ഭർത്താവും കൂടെ ഇല്ലായിരുന്നോ, അവന് മനസ്സിലാവത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് എന്തായാലും അവളെ എല്ലാ മാസവും വീട്ടിലൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഫാമിലി ഡോക്ടർ ഉണ്ടല്ലോ, നമുക്ക് അവളെ ഒന്ന് പോയി കണ്ടു നോക്കാമെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഡോക്ടർ എന്താ കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ മരുമകളുണ്ടല്ലോ നവ്യ, അവളെ പല പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, നിങ്ങൾക്ക് അതിൽ വല്ല ഉറപ്പുണ്ടെന്ന് ചോദിക്കുമ്പം നിങ്ങളെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, അവളുടെ റിപ്പോർട്ട്സ് എടുത്ത് ഞാൻ മറ്റൊരു ഡോക്ടർക്ക് അയച്ചു കൊടുത്തു, അപ്പോഴവർ പറയുന്നത് അവൾ പ്രഗ്നൻ്റ് അല്ലാന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതല്ല നിങ്ങൾ ഇനിയും കള്ളത്തരം പറഞ്ഞ് മുമ്പോട്ട് പോകാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും ആ ഡോക്ടർ പറയുകയാണ്, മാഡം ചതിക്കരുതേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം നവ്യാണ് ചെയ്തത്. അന്ന് ആദ്യമായിട്ട് അവൾ തലകറങ്ങി വീണു പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാനവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് നവ്യ ഗർഭിണിയല്ലെന്ന്. അങ്ങനെ ഞാൻ റൂമിനുള്ളിലേക്ക് കയറ്റിയിട്ട് ഞാനിപ്പോൾ എല്ലാവരോടും പറയാൻ പോകാമെന്ന് പറഞ്ഞ സമയത്ത് അവളെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് മറ്റൊരു വഴിയും കണ്ടില്ല. ഒരു പെൺകുട്ടി മരിക്കാൻ നിൽക്കുമ്പം ഞാൻ എങ്ങനെ എല്ലാവരോടും പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശം ജലജ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അവൾ ഗർഭിണിയല്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, അവൾ ഗർഭിണിയല്ല, അവൾ കള്ളത്തരം പറയുകയാണ് എന്നാ ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാ മാസവും ചെക്കപ്പിന് വരുമ്പോഴും എത്രയും പെട്ടെന്ന് ഞാൻ വീട്ടിൽ തുറന്ന് പറഞ്ഞോളാം, മാഡം ദയവേദി ചതിക്കരുത് എന്ന് എന്നോട് പറയുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്, അല്ലാതെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇതിൽ കൊടുക്കരുത്, നിങ്ങളുടെ മരുമകളാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് പറയാണ്. ഇത്ര ഞാൻ കറിഞ്ഞാൽ മതി, ഇനി മേലെ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വന്നു പോകരുതെന്നൊക്കെ പറഞ്ഞ് ജലജ ഡോക്ടറോടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ആദർശം ജലജയും കൂടിയിട്ട് അങ്ങനെ അവർ തിരിച്ച് പന്തലിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും വളകാപ്പിനായിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് കയറുന്നത്. ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് ജലജ എല്ലാവരോടും തുറന്നു പറയാണ്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നയന ഇങ്ങനെ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം ഇങ്ങനെ ഇവർ വരുന്ന സമയത്തിന് ജലജ ആദർശനോട് പറയുന്നുണ്ട്, അവളുണ്ടല്ലോ നയന, അവൾക്കും എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും, അവളോട് കൂട്ടുവന്നിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, ഇല്ല നയന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഇത് നയനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, നയനെ അങ്ങനെ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നും പറഞ്ഞിട്ടാട്ടോ ഇവർ വരുന്നത്. ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് ആകെപ്പാടെ അങ്ങ് വല്ലാത്തൊരു വീർപ്പുമുട്ടലാവുകയാണ്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇവക്കെല്ലാം അറിയായിരിക്കും ആദർശേ, ഇവളും കൂടെ കൂടിയിട്ടായിരിക്കും എല്ലാം ചെയ്തത്, അവളോട് ചോദിച്ചു നോക്കുമെന്ന് പറയാണ്. അങ്ങനെ ചോദിക്കാനായിട്ട് ആദർശ് നയനടുത്തേക്ക് വന്നിട്ട്, നയന സത്യമാണോ, നിനക്കെല്ലാം അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആദർശ് നയനോട് ചോദിക്കുകയാണ്, നയന എനിക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, നവ്യയുടെ കാര്യം നിനക്ക് അറിയാമായിരുന്നോ, നവ്യ ഗർഭിണിയല്ലെന്നുള്ള കാര്യം നിനക്ക് അറിയാമെന്ന് ചോദിക്കുമ്പം ആദർശേട്ടാ അത് പലതവണ ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ വന്നതാ, പക്ഷെ പറ്റില്ലെന്ന് പറയുമ്പം എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി, നിനക്ക് അറിയാമായിരുന്നോ ഇല്ലയോ എന്ന് പറയാണ്. അപ്പോഴേക്കും നയന എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കുമാണ് ശരിക്കും എല്ലാവരും ഷോക്കാകുന്നത് കേട്ടോ. അപ്പോൾ ജാനകി പറയണം, നയന നീ തന്നെയാണോ ഈ പറയുന്നത്, നീ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി വയ്യാന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ്, അതെ ഞാനും അപ്പച്ചോട് പറഞ്ഞു, നയനെ ഒരിക്കലും കള്ളം പറയുകയോ ചെയ്യുകയോ ചെയ്യില്ല എന്ന് ഞാനിപ്പോൾ കൂടി പറഞ്ഞതേ ഉള്ളൂ, നീ അതിനും കൂടെ വിശ്വാസവഞ്ചന കാണിച്ചല്ലേ, ചേച്ചിയും അനിയത്തിയും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കബളിപ്പിക്കുകയായിരുന്നല്ലേ എന്ന് പറയാണ്.
അപ്പോഴേക്കും ഗോവിന്ദനും കനവും കൂടെ പോയിട്ട് നയനോട് ചോദിക്കുകയാണ്, എന്താ മോളെ ഇതൊക്കെ, നിൻ്റെ ഭാഗത്ത് നിങ്ങളൊരു മിസ്റ്റേക്ക് ഞങ്ങൾ ആരും ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ, അമ്മ അങ്ങനല്ല കാര്യം, ചേച്ചീനെ അതായത് അബിയുടെയും ചേച്ചിയുടെ വിവാഹ ദിവസം ചേച്ചി പന്തലിലേക്ക് പോകുന്ന സമയത്താണ് ചേച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ആ കോളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് ചേച്ചി ഗർഭിണിയല്ലെന്നുള്ള കാര്യം. അത് പറയാനായിട്ട് ഞാൻ പന്തലിലേക്ക് വന്നപ്പോഴേക്കും അബി ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നു. പിന്നെ എനിക്കൊന്നും ആരോടും പറയാൻ സാധിച്ചില്ല. താലികെട്ടിന് ശേഷം ചേച്ചിയെ വിളിച്ച് രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞതാ, എല്ലാവരോടും കാര്യങ്ങൾ തുറന്നു പറയാമെന്ന്. അപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ഇതിപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ കല്യാണം വരെ മുടങ്ങി, ഞാനിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരും, ഞാൻ എന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞ് ചേച്ചിനെ ഭീഷണിപ്പെടുത്തി. അതുപോലെ പലതവണ വീട്ടിൽ വെച്ച് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ വേണ്ടി വന്നതാ. ഇന്നലെ പോലും ഞാൻ ആദർശോട് പറയാനിരുന്നതാ. അപ്പോഴേക്കും വന്നിട്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയോണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞ് നയന പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, മതിയായി എനിക്കെല്ലാം, നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, നിന്നെ ഞാൻ സ്നേഹിച്ച് വരികയായിരുന്നു, ഇങ്ങനെ ചതി നിൻ്റെ ഭാഗത്ത് ഞാൻ പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയും ജാനകിയൊക്കെ പറയാണ്, നയനമ്മളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തെറ്റ് ഞങ്ങൾ പ്രതീക്ഷിതയില്ല എന്ന് പറയാണ്. മുത്തശ്ശി പറയാണ്, മോളെ എങ്കിലും ഇത് വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, പാവത്തെ പോലെ ഇരുന്നിട്ട് അവൾ ഒപ്പിച്ച പണി കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും ഇവൾക്ക് അറിയായിരുന്നു, തെറ്റ് ചെയ്തവരെക്കാട്ടിലും അത് ഒളിപ്പിച്ച് വെക്കുന്നവരാ കൂടുതലും തെറ്റ് ചെയ്യുന്നവരെ എന്നിങ്ങനെ ദേവയാനി പറയാണ് കേട്ടോ. അപ്പോൾ നയനോടൊന്ന് പൊട്ടിക്കരയാണ്. എന്നിട്ട് നയന പറയാണ്, ഇല്ല, ഞാനിവിടെ നിൽക്കുന്നില്ല, എനിക്കിനി ഇവിടെ നിൽക്കാനുള്ള അർഹതയില്ല, ആരോടും മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും ഇല്ല, എങ്കിലും ഞാൻ പറയാണ്, എല്ലാവരെയും കബളിപ്പിച്ചതിന് കൂട്ടുനിന്നതിന് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് നയന പോകാനായിട്ട് റെഡിയാവാണ്. അങ്ങനെ നവിയോട് ചോദിക്കുകയാണ്, ചേച്ചി ഞാൻ പോവാണ്, ചേച്ചി വരുന്നുണ്ടെന്ന് ചോദിക്കുമ്പം, ഇല്ല നയന, ഞാൻ ഇവിടുന്ന് എന്തായാലും വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഡിമാൻഡ് ഇവരെ അംഗീകരിക്കണമെന്ന് പറയുന്നു. ചേച്ചി ഇവിടെ നിന്നോ, പക്ഷേ എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകാൻ ഇങ്ങനെ ഇറങ്ങാണ്. അപ്പോഴേക്കും ഗോവിന്ദനും കനകവും വാ മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം, ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചല്ലേ ജീവിച്ചത്, ഇനി ഈ ഒരു 7-8 മാസമല്ലേ എൻ്റെ മോളിവിടെ ജീവിച്ചുള്ളൂ, അതെല്ലാം ഒരു ദുസ്വപ്നമായിട്ട് മറന്നാൽ മതി, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയി സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെയായിരിക്കും അവിടെ മുത്തശ്ശൻ കുഴഞ്ഞു വീഴുന്നത്. പെട്ടെന്ന് എല്ലാവരും കാറി അലഞ്ഞ് വിളിച്ചുകൊണ്ട് മുത്തശ്ശനെ പോയി എടുക്കുകയാണ്. അപ്പോഴേക്കും നയന മുത്തശ്ശാന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. എല്ലാവരും കൂടി മുത്തശ്ശനെ കൊണ്ട് അകത്ത് കിടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വെള്ളമൊക്കെ തളിച്ച് ഉണർത്തുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന വന്നിട്ട് മുത്തശ്ശാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ കണ്ണു തുറക്കുന്നുണ്ട് കേട്ടോ. നയനമോളെ എന്ന മുത്തശ്ശൻ ഇങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് നയനമോളെ നീ പോവല്ലേ എന്ന് പറയുകയാണ്. ഇല്ല മുത്തശ്ശ, ഞാൻ പോയേ പറ്റുള്ളൂ, എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല മുത്തശ്ശ, ഞാൻ അത്രമാത്രം തെറ്റ് ചെയ്ത് പോയി, അതുകൊണ്ട് ദയവ് ചെയ്ത് മുത്തശ്ശൻ എന്നെ പോകാൻ അനുവദിക്കണം, എനിക്ക് വീട്ടിൽ പോകണം മുത്തശ്ശ എന്ന് പറയേണ്ട. മോളെ പോവരുത്, എന്നെ വിട്ടിട്ട് മോളെ പോവരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ പോട്ടെ അച്ഛ, അവളെ പോലുള്ളവന്മാർ ഇവിടെ നിൽക്കാൻ പാടില്ല, ആ മറ്റവളെയും കൂടി എങ്ങനെയും ഇവിടെ നമുക്ക് ഇറക്കി വിടണം, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഞാൻ നിങ്ങൾ രണ്ടുപേരോട് ക്ഷമിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ദയവ് ചെയ്ത് രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോ, എൻ്റെ 2 മരുമക്കളും എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിക്കും, ഇപ്പോൾ ആദർശം അബിയും ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ചില്ലേ, അബി എന്തൊക്കെ തെറ്റ് ചെയ്തു അതെല്ലാം ഞാൻ ക്ഷമിച്ചില്ലേ, അതുപോലെ നബിയുടെ തെറ്റും നയനയുടെ തെറ്റും ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ദയവ് ചെയ്ത് അകത്ത് കയറി പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ കരഞ്ഞ് കാല് പിടിക്കുന്നത് പോലെ രണ്ടുപേരോടും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യട്ടെ. അപ്പോൾ ഇത്രയുമായിരിക്കും ഈ ആഴ്ച നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഒരുപാട് ട്വിസ്റ്റൊക്കെ സംഭവിക്കുന്നുണ്ട്. ആദർശൊരു വലിയ സംഭവം എല്ലാവരും തുറന്നു പറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.